പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ജൂൺ 19 മുതൽ. ഇനി ഈ നക്ഷത്ര ജാതകർ അടിച്ചു കയറി വരുന്നൊരു സാഹചര്യം നമുക്ക് തന്നെ നേരിട്ട് കാണുവാൻ സാധിക്കുന്നതുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരുടെ ഒരു തൊഴിലിന് മാറ്റത്തിനുള്ള എല്ലാ സഹായങ്ങളും ലഭിക്കുന്നൊരു സാഹചര്യമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുന്നത്. സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ ഒന്നിലധികം വഴികൾ ഇവർക്ക് തെളിയും. ഗുണകരമായ കൂട്ടുകെട്ട് വന്നു ചേരും. മാതൃസ്വത്തിന് യോഗം, വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക മേന്മ, ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാഹചര്യം എന്നിവ കാണുന്നു. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം, വാഹന വായ്പ എടുക്കാൻ അവസരം എന്നിവ കാണുന്നുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രതം, ഭസ്മാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവി വരും ദിവസങ്ങളിൽ ലഭിക്കും എന്ന കാര്യത്തിൽ ഭരണി നക്ഷത്ര ജാതകർക്ക് യാതൊരു തർക്കവും വേണ്ട. ദൂരദേശത്ത് നിന്ന് സാമ്പത്തിക സഹായ സാധ്യതകൾ ലഭിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഭരണി നക്ഷത്ര ജാതകർക്കായിട്ടൊരുങ്ങുന്നുണ്ട്. മംഗളകാര്യത്തിന് അനുകൂല സമയം കൂടിയാണ്. പുത്തൻ ഗൃഹയോഗം, ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴികൾ ഇവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. സാങ്കേതിക രംഗത്ത് ചില അഴിച്ചുപണികൾ നടത്തേണ്ടതായിട്ട് വരും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗം. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായങ്ങൾ ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് നേട്ടങ്ങളുടെ ദിവസങ്ങളാണ് കാണുന്നത്. ഇവർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ കാണാൻ പോകുകയാണ് ഈ നക്ഷത്ര ജാതകർ. ശുഭകാര്യ യോഗം, മത്സരരംഗത്ത് നേട്ടം, ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിൻ്റെ ദിവസങ്ങൾ കൂടിയാണ്. കോടതി കാര്യങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് നീണ്ടുനിന്ന പ്രണയബന്ധം സഫലീകരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ ഇരിക്കുന്നത്. ജാമ്യം നിൽക്കുന്നതിന് 2 വട്ടം ആലോചിക്കേണ്ടതായിട്ട് വരും. അറിഞ്ഞുകൊണ്ട് കച്ചവടം നഷ്ടപ്പെടുത്താൻ സാധ്യതകൾ കൂടുതലാണ്. തെറ്റുകൾ ചെയ്യാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് തൊഴിൽ യോഗത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യവും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഷെയർ മാർക്കറ്റിംഗ് രംഗത്തും വലിയ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ആഴ്ചയാണ് ഇവർക്ക് മുന്നിൽ വരുന്നത്.
സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടാൻ സാധിക്കും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാരീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് യോഗം കാണുന്നുണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം പ്രതീക്ഷിക്കാം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നുചേരും. അഭിഭാഷക രംഗത്തും നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം ഉണ്ടാകും. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ഇതുവരെ വെച്ച് ലഭിച്ച ധനവരവ് വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് ധനനേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കാൻ ഭാഗ്യം എന്നിവ കാണുന്നുണ്ട്. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ഏകാനും മകയിരം നക്ഷത്രജാതകർക്ക് സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്തു നിന്നും ചില ആനുകൂല്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ ഉള്ളൊരു യോഗം കാണുന്നുണ്ട്. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. കടബാധ്യതകൾ തീർക്കാൻ അവസരം. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ അവസരം. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്ന് ചില സഹായം ലഭിക്കും. വ്യാപാരത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയം ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്താൻ അവസരമുണ്ട്. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ദൂരദേശത്ത് തൊഴിൽ വാഗ്ദാനം സഫലമാകും. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറയും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും. തൊഴിൽ സ്ഥാനത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി വിജയിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരം ലഭിക്കും. സിനിമാ രംഗത്ത് വഴിത്തിരിവിൻ്റെ സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. പുണർദം നക്ഷത്രജാതകർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം, അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ്, അർച്ചന, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. പുതിയ ധനാഗമ മാർഗം കണ്ടെത്തും. ആരോഗ്യ മേഖലയിൽ അംഗീകാരം. കലാരംഗത്ത് മറ്റുള്ളവരുടെ സഹകരണം എല്ലാ മേഖലകളിലും ഇവർക്ക് ലഭിക്കും. അന്യദേശത്ത് കർമ്മരംഗത്ത് ഗുണകരമായ ചുവടുമാറ്റങ്ങൾ നടത്താൻ നല്ല സമയമാണ്. ഔദ്യോഗിക വിഷമതകളിൽ നിന്നും മോചനം. വിദേശത്ത് ശുഭകാര്യങ്ങളിൽ പങ്കാളിയാകാൻ അവസരം. ഉപരിപഠന വിജയം. തർക്കവിഷയങ്ങളിൽ ഒത്തുതീർപ്പാക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. സന്താനത്തിന് ആഗ്രഹിച്ച മംഗല്യഭാഗ്യം ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൽ പുതിയ പദവി. പുതിയ പ്രണയബന്ധം ആർഭാടം ഇല്ലാത്ത കല്യാണത്തിൽ കലാശിക്കും.
സന്താനത്തിന് ഇൻ്റർവ്യൂവിന് മികച്ച ജോലിക്ക് ഭാഗ്യമുണ്ട്. അതിഥി സൽക്കാരം കെങ്കേമമായിട്ട് നടത്താൻ സാധിക്കും. ചില രോഗങ്ങൾക്ക് ഔഷധ സേവയും ആവശ്യമായിട്ട് വരും. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരത്തിന് മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, ധാര, പിൻവിളക്ക്, ചാമുണ്ടിക്ക് കുങ്കുമാർച്ചന, നെയ്വിളക്ക്, കുടുംബക്ഷേത്രത്തിൽ പൂജാദ്രവ്യ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം.